ഇന്ന് മൈജിക്കൊരു പരസ്യം കൊടുക്കാം. എനിക്ക് അവിടെ പോയിട്ട് ഫ്രീ കിട്ടിയ കൂടെ ഒന്നുമില്ല കേട്ടോ. എൻ്റെ മൂത്ത സിസ്റ്ററുടെ മകനൊക്കെ ഷാജിഖാൻ്റെ വീട്ടിലാണ്. ഏതൊരു പരിപാടി ഉണ്ടാകുമ്പോഴും മുമ്പിൽ പാവന് ഒരു ദിവസം ചൂടിയിട്ട് വന്ന കുടയാണ്. അപ്പോൾ എനിക്ക് അന്നൊരു ഷൂട്ടുണ്ടായി. ഞാൻ പറഞ്ഞ ആ കുടയും കണ്ട് വെറുതെ നനയുണ്ടാലോ എന്ന് അങ്ങനെ മേടിച്ച് വെച്ചതാ. എന്നോട് പറയൂ 30 ദിവസവും കുട ചോദിക്കലുണ്ട്, അതൊന്ന് എത്തിച്ചു രാജസ്ഥാണ്. പക്ഷെ എനിക്ക് എത്തിച്ചു കൊടുക്കാൻ നേരം കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് കോഴിക്കോട് പോവുക. വേറെ കുടയുണ്ട്. ഇതാകുമ്പോൾ കാലം കുടയും കൊണ്ട് കയറുമ്പോൾ ബസ്സിൽ 4 ആൾ നോക്കും. അഥവാ നമ്മളെ കാൽക്കെട്ട് ചവിട്ടിയ ഊത്തും കൊടുക്കുക. അതുകൊണ്ട് പിന്നെ 11 എടുത്തിട്ട് ഇങ്ങ് പോകുന്നു. പിന്നെ എവിടെ പോകാമെന്ന് വെച്ചാൽ കോഴിക്കോട് സ്റ്റുഡിയോയിൽ പോകണം. എനിക്ക് സൺഡേ ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ബീച്ച് സൈഡിൽ നിന്നാണെന്ന് പറഞ്ഞു. കോസ്റ്റ്യൂം ഒന്ന് പറഞ്ഞത് സാരിയാണ്. ഗുഡ് മോർണിംഗ് ഒക്കെ കഴിയാനായില്ലേ? ഞാൻ കോഴിക്കോട് വണ്ടി അങ്ങ് വെച്ചിട്ട് എല്ലാവരും അതാ വണ്ടിയില്ലേ വണ്ടി എടപ്പോയി ഇതാ ചോദിക്കുന്നത്. അപ്പം എന്നിട്ട് ഒരു കോസ്റ്റ്യൂം പറഞ്ഞത് സാരിയാണ്. സാരി അവർ പറഞ്ഞ ഒരു മോഡൽ മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചിലപ്പോൾ സാരി കൊടുക്കുള്ളൂ. പിന്നൊന്ന് ഫ്രോക്കാണ് പറഞ്ഞത്. ഫ്രോക്ക് കിട്ടണമെന്നുണ്ട് നമ്മളെ സ്റ്റുഡിയോന് തന്നെ. ഓൾക്ക് നല്ല ഫ്ലെയർ ഉള്ളത് വേണമെന്ന് പറഞ്ഞു. അതാണ്. എവിടെ പോവുക രണ്ടാളൂ? എന്നെ നക്കുടേറ്റിൽ ഇറക്കി തരുമോ? എടോ ആ കൈ ശരിയായി. നിങ്ങളിപ്പോൾ അങ്ങോട്ട് കാണലില്ലാലോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടന്, വീടിൻ്റെ തൊട്ടടുത്ത പറമ്പ് കഴിഞ്ഞ ചേട്ടന്. അപ്പോൾ കുഞ്ഞ് സൈക്കിളിൽ ഓടിച്ച് പോവുക. അപ്പം ഞാൻ ചോദിച്ചാൽ എന്നെ നക്കുടേറ്റിൽ ഇറക്കി തരുമോ? അപ്പം എന്നിട്ട് സ്റ്റുഡിയോയിൽ പോയി നോക്കട്ടെ. നല്ല ഫ്ലെയറുള്ള ഗൗണ് വേണമെന്ന് പറഞ്ഞു. ഗൗണല്ല ഫ്രോക്ക് വേണമെന്ന് പറഞ്ഞു. പോയി നോക്കട്ടെ. കാലം കൂടെ കൊണ്ട് ബസ് കയറിയെന്ന് കേട്ടിട്ടുണ്ടോ? ബസ് പണിയില്ലാത്ത ഞാളെ കാണാൻ ബസ്സിൻ്റെ മുമ്പിലോ ഇരിക്കാൻ പറ്റുന്നില്ല. വണ്ടി ഫോണറ്റിൻ്റെ മുകളിൽ
ഗൈസ് ഞങ്ങൾ മൈജീൻ്റെ പരിസരത്തിന് പോയി ഗൈസ്. വേണ്ട ഇനി അത് കിടക്കുക അമ്മച്ചിമാരുണ്ടാവും. അന്ന് കഴിച്ചിട്ട് നോക്കിയാൽ മതിയോ? ആ കോടെ അതിനെ കൊണ്ട് നല്ല സുഖം. ഏത് വിളിച്ചത് ഏത് ഇരിടത്തും കാണും. ചായച്ചേട്ടനെ കൊണ്ടാവില്ല. വെറുതെ ചടപ്പിക്കല്ലേ. ഗൈസിനെ കൂട്ടാണ് ഒറ്റയ്ക്ക് ചോറ് നിന്ന് ഗൈസ്. ഞാൻ വണ്ടി കൊടുത്ത് അങ്ങനെ കോഴിക്കോടൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി. തിരിച്ചിങ്ങോട്ട് കാട്ടുകൂടിയും മലയക്കൂടിയൊക്കെ ഒരു റൈഡായിരുന്നു കേട്ടോ. ഞാൻ കുറ്റ്യാടി ബസ് കയറിയതിന് ശേഷം എനിക്ക് കുപ്പിവള മേടിക്കാനുണ്ടായിരുന്നു സാരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അത് മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ കണ്ണൂർ ബസ്സിന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വടകര ബസ്സിനാണ് കയറിയത്. പൊന്നാര ഗൈസ്, കാട്ടുകൂടിയും മലയക്കൂടിയൊക്കെ ഉള്ളൊരു റൈഡ് തന്നെയായിരുന്നത്. ഒന്നാമത് റോഡും കൊണ്ട് കുഴിയുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കൂടിയ ബ്ലോക്ക് കൂടി ആകുമ്പോൾ ഡ്രൈവർ കാട്ടുകൂടിയും മലയക്കൂടിയൊക്കെയും കൊണ്ടുവന്നത്. എന്തായാലും കൊയിലാണ്ടി എത്തി. അവിടുന്ന് ഒരു ഓട്ടോയും കയറി. എന്ത് കൊതുക്, മഴ ആയാലും എന്ത് കൊതുക ഗൈസ്, സഹിക്കാൻ പറ്റാത്ത കൊതുക്. അപ്പം അങ്ങനെയാണ് ഡ്രസ്സ് ഏതാ എടുത്തതെന്നുള്ളത് റീലിൻ്റെ അന്ന് കാണാം കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു, ഒക്കെ കഴിഞ്ഞു. കൊതുകിനൊരു മുട്ടുണ്ടാവില്ല മഴയുള്ള സമയത്ത്. അപ്പം അങ്ങനെയാണ്